ഹായ് വെൽക്കം ടു FSK ഡിഫൻസ് അക്കാദമി. നമ്മുടെ FSK ഡിഫൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഉദ്യോഗാർത്ഥികൾക്കും സഹപാഠികൾക്കും സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് വീഡിയോ ഇടാൻ കാരണം ITBP അല്ലേ, ഇന്തോ ടിബറ്റൻ ബോർഡറിലേക്ക് 819 മുകളിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ CISFൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ITBPയുടെ നോട്ടിഫിക്കേഷൻ പടം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് വെക്കാം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഉപയോഗപ്രദമാവട്ടെ. ഓക്കെ, നമുക്ക് കടക്കാം വീഡിയോക്ക്. റിക്രൂട്ട്മെൻറ്റ് വിളിച്ചുള്ളത് ITBP കോൺസ്റ്റബിൾ വിങ്ങിലേക്ക് കേട്ടോ. ITBP കോൺസ്റ്റബിൾ വിങ്ങിലേക്ക് കിച്ചൺ സർവീസ് മേഖലയിലേക്ക് കേട്ടോ, കിച്ചൺ സർവീസ് സ്റ്റാഫിലേക്ക് വേക്കൻസി ഏകദേശം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 819 മുകളിലാണ് വേക്കൻസി ഏകദേശം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നല്ലേ സാധിക്കുക. അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ CISFൻ്റെ നോട്ടിഫിക്കേഷനിൽ മെയിൽസിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ITBP സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട് മെയിലിനും ഫീമെയിലിനും. 819 വേക്കൻസി ഉണ്ട് കേട്ടോ, 819 വേക്കൻസി ഉണ്ട്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യണം, മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്ന ഡേറ്റ് എന്ന് ആരംഭിക്കുന്നേക്കാൾ സെപ്റ്റംബർ 2 കേട്ടോ. സെപ്റ്റംബർ 2 അപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, എൻഡ് ചെയ്യുന്നത് ഒക്ടോബർ 1 വരെ നമുക്ക് ഏകദേശം എൻഡ് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു മാസത്തെ ദൈർഘ്യം നമുക്ക് ഏകദേശം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനായി പ്രൊഫൈൽ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു മാസത്തെ കാലാവധിയുണ്ട്. ഓക്കെ, ക്വാളിഫിക്കേഷൻ വരുന്നത് SLC. ഓക്കെ, SLC പാസ്സായാൽ മതി. 10th പാസ്. അതോടൊപ്പം തന്നെ NSQL ലെവൽ 1 കോഴ്സ് ഇൻ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് NSDC, അതായത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ NSQL എന്നൊരു ശാഖ ഉണ്ട്. ഓക്കെ, ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നുള്ളത് ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ധാരാളം സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ്. അതിൻ്റെ കീഴിൽ NSQL എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഓക്കെ, നാഷണൽ സ്കിൽ ക്വാളിറ്റി ലെവൽ 1 കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വിൻ ചെയ്താൽ മതി. ഇത്ര മാർക്ക് എന്നുള്ള ലെവൽ 1 കോഴ്സ് വിൻ ചെയ്തവർക്കും ഒപ്പം SLC പാസ്സായവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ NSQL ലെവൽ 1 സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ കുറച്ച് അടിസ്ഥാനപരമായ ബേസിക് പരമായ സ്കില്ല് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക, വളർത്തിയെടുക്കുക. അതോടൊപ്പം തന്നെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മളൊരു കാര്യത്തെ എങ്ങനെ വീക്ഷിക്കുന്നു, നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്, ഒരാളുടെ എങ്ങനെ പെരുമാറണം, അങ്ങനെ ബേസിക് ആയ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതിൻ്റെ ലെവൽ 1 പാസ്സായവർക്കും കൂടാതെ SLC ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് കാറ്റഗറി ഏകദേശം വരുന്നത് 18 മുതൽ 25 വയസ്സ് വരെ കേട്ടോ. ഏജ് കാറ്റഗറി വരുന്നത് 18 മുതൽ 25 വയസ്സ് വരെ. ഓക്കെ, ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് നമുക്ക് വെറും 100 രൂപയുള്ളൂ കേട്ടോ. അപ്ലിക്കേഷൻ ഫീ വരുന്നത് വെറും 100 രൂപ. അതോടൊപ്പം തന്നെ വുമൻസിനും, അതായത് പെണ്ണുങ്ങൾക്ക്, അതേപോലെ തന്നെ SC ST വിഭാഗക്കാർക്ക് ഇതിന് ഫീസ് ഈടാക്കുന്നില്ല. അവർക്ക് ഫ്രീ ആയി തന്നെ അവരുടെ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ പ്രോസസ്സ് വരുന്നത് കമ്പ്യൂട്ടർ എക്സാമിനേഷൻ ആട്ടോ ആദ്യം വരുന്നത്. നമ്മുടെ CISFൻ്റെ കേസിൽ ആദ്യം നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ നേരെ SSCയുടെ അതേ മോഡൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. കമ്പ്യൂട്ടർ എക്സാമിനേഷൻ നമുക്ക് 4 വിങ്ങിലായിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? മെൻ്റബിലിറ്റി, ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്. ഈ 4 വിഭാഗങ്ങളിലേക്കാണ് കാരണം എക്സാം ഉണ്ടാകുക കേട്ടോ. കമ്പ്യൂട്ടർ എക്സാമിനേഷൻ അതിൽ ക്വാളിഫൈ ചെയ്യുന്നവരെ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റിലേക്ക് സെലക്ട് ചെയ്യും. അതിൽ നിന്നും ക്വാളിഫൈ ആവുന്നത് മെഡിക്കൽ ടെസ്റ്റ്, ഒപ്പം അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഈ 3 ടെസ്റ്റും പാടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയി. ഓക്കെ, ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 21,700 ടു 69,100. 21,700 രൂപ മുതൽ 69,100 രൂപയാണ് ഇതിൻ്റെ ഏകദേശ സാലറി നമുക്ക് കണക്കാക്കുന്നത്. ഓക്കെ, ബേസിക് പേ ആണ് 21,700. നമുക്ക് അലവൻസ് കാര്യങ്ങളൊക്കെ പാടെ കൂട്ടി 40,000 ആൻഡ് എബോവ് മുകളിലേക്ക് നമുക്കൊരു മാസത്തെ സാലറി നമുക്ക് ഏൺ ചെയ്യാം. അതായത് ഒരു വർഷത്തിൽ നമുക്ക് 4.80 ലക്ഷം, 4,80,000 രൂപ നമുക്കൊരു വർഷം കൊണ്ട് നമുക്ക് സമ്പാദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും
ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും പോസിബിൾ ആകുന്ന ഒരു മേഖലയാണ്. എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ആരും ഇങ്ങനെ ഒരു അവസരം അറിയാതെ പോകരുത്. കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ FSK ഡിഫൻസ് അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ FSK അക്കാദമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. ഓക്കെ, താങ്ക്